നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനെന്ന പേരിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും വംശീയ അതിക്രമങ്ങളും അങ്ങേയറ്റം നിഗൂഢമായ സാമൂഹ്യ വിധ്വംസക പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നേറിക്കൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ 2022 കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിച്ച ഇസ്ലാമിലെ സാധാരണ പൗരന്മാർക്ക് തീവ്രമത പ്രബോധനങ്ങൾ നൽകി സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയെ എതിർക്കാനും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ കലാകായിക സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് ചൂണ്ടയെറിഞ്ഞ് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ സംവിധാനങ്ങളെ നൈസായിട്ട് അട്ടിമറിച്ചിട്ട് അടുത്ത 25 വർഷത്തിനുള്ളിൽ ഭരണം പിടിച്ചെടുക്കാനും തൽസ്ഥാനത്ത് ഇസ്ലാമിക ശരീഅത്ത് ഭരണഘടനകളെ മാറ്റി സ്ഥാപിക്കാനുമായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വമ്പൻ അജണ്ടകളും കലാപങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങി ഇവരെ നിരോധിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വലിയ നന്മ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭീകരതയുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിലേക്കെല്ലാം സംസ്ഥാനങ്ങളിലെ പോലീസിനെ അറിയിക്കാതെ മെഷീൻ ഗണ്ണ് ഏന്തിയ ദ്രുതകർമ്മ സേനയുടെ അകമ്പടിയോടെ എത്തിയ കേന്ദ്ര ഏജൻസികൾ അരിച്ചുപെറുക്കി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെച്ച് രാജ്യത്തെ വിലപ്പെട്ട ജീവനുകളെ സ്കെച്ചിട്ട് വെച്ചിരുന്ന കൊലപാതക രേഖകളും ഹിറ്റ് ലിസ്റ്റുകളും പൊട്ടിത്തെറികൾക്ക് വേദിയാകാൻ ഉദ്ദേശിച്ച ജനങ്ങൾ തിങ്ങി നിറയുന്ന പൊതുമേഖലകളും ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളും അങ്ങനെ ഭീകരവാദികൾ രഹസ്യമാക്കി വെച്ചിരുന്ന പല വിവരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരികയായിരുന്നു. പിന്നാലെ പ്രൊഫസർ കോയയും സലാമും അനീസ് അഹമ്മദും അടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതാക്കന്മാരെ എല്ലാം ഒന്നിനു പുറകെ ഒന്നായി പുറംവട്ടം കാണാത്ത വിധത്തിൽ അഴിക്കുള്ളിലാക്കി. എന്നാൽ ഈ ഭീകര സംഘടനയുടെ മുൻനിര നേതാക്കന്മാർ മാത്രമാണ് അകത്തായത് എന്നും രണ്ടാം ഘട നേതാക്കന്മാരും അണികളും ആയുധങ്ങളുമെല്ലാം പല രൂപത്തിലും ഭാവത്തിലും സജീവമായി തന്നെ കളത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ള കേന്ദ്ര ഏജൻസികൾ കണ്ണും കാതും തുറന്നു പിടിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു. ഇപ്പോഴിതാ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളും പാലക്കാട് സ്വദേശികളുമായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഗീർ KV എന്നീ 4 പേരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് NIA നടത്തിയ വാദപ്രതിവാദത്തിലാണ് ഏവരെയും ഞെട്ടിക്കുന്ന വിധത്തിൽ കേരളത്തിലെ ഒരു ജില്ലാ ജഡ്ജി അടക്കമുള്ള 977 പേരെ കൊന്നൊടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന പേരുവിവര പട്ടിക തയ്യാറാക്കിയെന്ന ഈ ഭയങ്കര വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാലക്കാട്ടെ RSS പ്രവർത്തകനായിരുന്ന ശ്രീനിവാസനെ പട്ടാപ്പകൽ മേലാമുറി ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയപ്പോഴായിരുന്നു എതിർവാദവുമായി എത്തിയ NIA നാടിനെ നടുക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇത്തരം ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിനായി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയ്ക്ക് 4 വിങ്ങുകളാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തേത് റിപ്പോർട്ടിംഗ് വിങ് ആയിരുന്നു. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും റിപ്പബ്ലിക്കിന്റെയും ഒക്കെ മേലാടകൾ പുതച്ചുകൊണ്ട് ആരെയും മയക്കുന്ന ചിരിയും വർത്തമാനങ്ങളുമായി തീവ്രവാദത്തിന് കളമൊരുക്കുന്ന തങ്ങളുടെ കാപട്യങ്ങളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരെങ്കിലും പൊളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തട്ടുതരികിട പൊറാട്ട് നാടകങ്ങളെ നാട്ടുകാർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന ഹൈന്ദവ സമൂഹത്തിലെയും ക്രൈസ്തവ സമൂഹത്തിലെയും തങ്ങൾക്ക് തലവേദനയാകുന്ന പ്രമുഖ സോഷ്യൽ ഫിഗറുകളെയും തങ്ങൾക്കെതിരായി വിധിന്യായങ്ങൾ കുറിച്ചിട്ടുള്ള ന്യായാധിപരെയും കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രത്തിന് കൈമാറുക എന്നതായിരുന്നു ഈ റിപ്പോർട്ടിംഗ് വിങ്ങിന്റെ ചുമതല. ഈ റിപ്പോർട്ടുകൾക്ക് അനുസൃതമായി കൊന്നു തള്ളേണ്ടവരെ കുറിച്ചുള്ള ലിസ്റ്റുകൾ അവർ തയ്യാറാക്കി. അതിൽ കൊല്ലേണ്ടവരെയും പരിക്ക് ഏൽപ്പിക്കപ്പെടേണ്ടവരെയും തരം തിരിച്ച് കൊലപാതക രീതികളും ആക്രമണ രീതികളും നിർണയിച്ച് മുൻഗണനാ ക്രമത്തിൽ അത് നടപ്പിലാക്കുന്ന ജോലിയായിരുന്നു സർവീസ് വിങ് എന്നുള്ള വിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾക്ക് ഇവർക്ക് പ്രധാനമായും പരിശീലനം ലഭിച്ചിരുന്നത് ആലുവ പെരിയാർ വാലിയിലെ പോപ്പുലർ ഫ്രണ്ട് പരിശീലന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു. ഈ സ്ഥാപനം NIA പൂട്ടിക്കെട്ടിയിരുന്നു. ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് PFI രഹസ്യമായി ഹിറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പേരുവിവര പട്ടിക പുറത്തു വന്നത്. ഇത്തരത്തിൽ പേരുവിവരങ്ങളും ടാർഗറ്റുകളും അടങ്ങിയ 8ഓളം രേഖകൾ ഉണ്ടെന്നാണ് NIA സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ സിറാജുദ്ദീൻ എന്ന കൊടും ഭീകരനിൽ നിന്ന് 240 പേരുകൾ അടങ്ങിയ ഒരു ഹിറ്റ് ലിസ്റ്റും
മാപ്പ് സാക്ഷിയായി മാറിയ മറ്റൊരു പ്രതിയിൽ നിന്ന് 232 പേരുകൾ അടങ്ങിയ മറ്റൊരു ലിസ്റ്റും മറ്റൊരു പ്രതിയായ തീവ്രവാദി അയ്യൂബിന്റെ വസതിയിൽ നിന്ന് കണ്ടെത്തിയ 500 പേരുകളുടെ പട്ടികയുമാണ് കണ്ടെത്തിയത്. ഒളിവിൽ കഴിയുന്ന തീവ്രവാദി അബ്ദുൾ വഹാബിൽ നിന്ന് കണ്ടെത്തിയ രേഖയിലാണ് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 5 പ്രമുഖ ടാർഗറ്റുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആയുധ പരിശീലനം, കൊലപാതക ഗൂഢാലോചനകൾ, ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഏജൻസി കോടതിയിൽ വളരെ വ്യക്തമായിട്ട് നൽകുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയ്ക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ എന്നിങ്ങനെയുള്ള അന്തർദേശീയ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ബൃഹത്തായ പദ്ധതികളായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് എന്നും NIA സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ശരിവെക്കുന്ന നിരവധി സംഭവങ്ങൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഒരുപടി മുന്നിൽ നിന്നിരുന്ന കേരളത്തിലെ സമാധാനപൂർണമായ സാമൂഹിക അന്തരീക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച് ഭീകര പ്രസ്ഥാനം തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ ഭീകരവാദ സംഘടന. 80 കാലഘട്ടങ്ങളിൽ കോഴിക്കോട് നാഥാപുരത്ത് ഉടലെടുത്ത ഈഴവ ഇസ്ലാമിക സംഘടനത്തെ തുടർന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷക വേഷം കെട്ടിക്കൊണ്ട് അതിതീവ്രമായ പ്രതിരോധങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് ഉടലെടുത്ത പ്രസ്ഥാനമായിരുന്നു നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രാഗ്രൂപം. ആ പ്രസ്ഥാനം വളർച്ച പ്രാപിക്കുന്തോറും നാദാപുരത്തിന്റെ തെരുവീതികൾ കലാപത്തിന്റെയും കൊലപാതകത്തിന്റെയും ആർത്തനാദങ്ങളാൽ വിറങ്ങലിച്ച് നിന്നു എന്നുള്ളതാണ് ചരിത്രം. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം കോഴിക്കോട് 1993 നടന്ന ഒരു ബൃഹത്തായ സമ്മേളനത്തോടെ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒത്താശയോടെ വളർന്നു വന്ന സിമി എന്ന ഭീകര സംഘടനയെ സർക്കാർ നിരോധിച്ചതോടെ അതിലുണ്ടായിരുന്ന തീവ്രവാദ ചിന്താഗതിക്കാരെല്ലാം NDF-ലേക്ക് എത്തിച്ചേർന്നു. കർണാടകയിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്നിവർ അറിയപ്പെട്ടപ്പോൾ തമിഴ്നാട്ടിൽ അറിയപ്പെട്ടത് വനിതാ നീതി പാസ്റ്റർ എന്നായിരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഈ തീവ്രവാദ സംഘങ്ങൾ സമന്വയിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുണ്ടായത്. ഇവരുടെ രാഷ്ട്രീയ മുഖമായി SDP-യും ഉടലെടുക്കുകയുണ്ടായി. ആദ്യം പ്രതിരോധം എന്ന നിലയ്ക്ക് ആയുധം കയ്യിലെടുത്ത ഇവർ സംഘടന ശക്തമായതോടെ ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ കീഴിലാക്കാനുള്ള ശ്രമങ്ങളും അതിനായിട്ടുള്ള ആസൂത്രണങ്ങളും ആക്രമണങ്ങളും അട്ടിമറികളും കൊലപാതകങ്ങളും പൊട്ടിത്തെറികളും കള്ളക്കടത്തും കറൻസി കടത്തും ഒക്കെ കുത്തകയാക്കി എടുത്ത് നടത്തി തുടങ്ങി. 2040 ആകുമ്പോഴേക്കും ഇന്ത്യ ഭരിക്കത്തക്ക നിലയിൽ ഇവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ കരുക്കൾ നീക്കിയ ഇവർക്ക് മുന്നിലെ വലിയ വെല്ലുവിളി നോർത്ത് ഇന്ത്യയിലെ BJP ഭൂരിപക്ഷ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ സമൂഹവുമായിരുന്നു. ഇന്ത്യ കീഴടക്കി ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്ന് ഭരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യയെ തെക്ക് വടക്കായി 2ആയി വിഭജിച്ച് മറ്റൊരു രാജ്യം തന്നെ ഉണ്ടാക്കാനുള്ള നീക്കവും ഇവിടെ തകൃതിയായി ഇവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബീഹാറിലെ പാട്നയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ അതീവ രഹസ്യമായ ഒരു ആയുധ പരിശീലന ക്യാമ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാൻ തന്നെ ഇവർ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ മുൻപ് തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. UP-യിലെ ഹത്രസിൽ 19-കാരിയായ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടപ്പോൾ അതിനെ ജാതീയ കലാപമാക്കി മാറ്റാൻ 50 കോടി രൂപയുടെ വിദേശ സഹായം മൗറീഷ്യസിൽ നിന്ന് കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശി അബ്ദുൾ റസാഖ് അടക്കമുള്ള പല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ വിദേശ സഹായത്തോടെയും അല്ലാതെയും അതിശക്തമായ അട്ടിമറിക്കായി ശക്തി ആർജിച്ചു വരുമ്പോഴായിരുന്നു കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ ഭീകര സംഘടനയെ കെട്ടിപ്പൂട്ടുന്നത്. അന്ന് ഇവർ ഒരുക്കി വെച്ച ടാർഗറ്റുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി NIA രംഗത്ത് കൊണ്ടുവരികയാണ്. അതിൽ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലാണ് കേരളത്തിലെ 977 പേരുടെ കഴുത്തിലേക്ക് കത്തി നീട്ടി ഒരുക്കിയ ഈ തയ്യാറെടുപ്പ്. ഈ 977 പേരിൽ ആരൊക്കെ ഉണ്ട് എന്ന് സമൂഹം അറിയേണ്ടതിന് ലിസ്റ്റ് പുറത്തുവിടണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ നമ്പറിൽ ഭൂരിപക്ഷവും ഹൈന്ദവരും ക്രൈസ്തവരുമായ സാധാരണ ജനങ്ങൾ തന്നെയായിരിക്കണം. അവർ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് എന്ന് ഇപ്പോൾ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്. എറണാകുളം
കോടതിയിൽ സമർപ്പിക്കപ്പെട്ട SC 2/2023 എന്ന് പറയുന്ന ആ കേസിന്റെ ക്രിമിനൽ MB 229/2025 അതിന്റെ ആ ഓർഡറിൽ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശ്വാസം നൽകുന്നതാണെന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ വരുന്നത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലുമൊക്കെ കേരളത്തിലെ പ്രബുദ്ധ സമൂഹം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട് നടക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കാനെങ്കിലും തയ്യാറാകുന്നത്. ഇവിടെ തീവ്രവാദത്തിന് വല്ലാത്ത വളക്കൂറുണ്ടാകുന്ന ഒരു മണ്ണായിട്ട് കേരളം മാറി. നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ ഒരു തെറ്റായ ഒരു ആത്മവിശ്വാസം. അതായത് നമ്മുടെ നാട്ടില് ഇങ്ങനൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കൈവെട്ട് കേസോട് കൂടെ അതൊക്കെ തെറ്റാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായി. എങ്കിലും അതിനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കോടതിയില് സർക്കാരിന്റെ ഔദ്യോഗികമായ ഏജൻസി കൊടുത്ത ആ റിപ്പോർട്ടില് ഇത്രയധികം ആളുകളുടെ ലിസ്റ്റ്, അത് നിസ്സാരക്കാരായ ആളുകളല്ല, ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ജുഡീഷ്യറി സംവിധാനത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, പോലീസ് അധികാരികളുണ്ട്, അതുപോലെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 975ഓളം ആളുകളുടെ പേരുകൾ ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ കേരളത്തിന്റെ സമൂഹത്തിന്, കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ട് കാര്യമായിട്ട് തന്നെയാണ് കാണുക. കാരണം ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ രോഗമുണ്ടെന്ന് അംഗീകരിക്കുകയും അത് കണ്ടെത്തുകയും ഇനി ചികിത്സിക്കുകയും ചെയ്താൽ പരിഹാരം ഉണ്ടാവും. ഇപ്പൊ എന്താണെങ്കിലും ഇപ്പോ കേരളത്തിന് സംശയലേശം എന്നെ മലയാളി അംഗീകരിച്ചു, ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കൈവെട്ട് കേസിന് ശേഷം, അതിനുശേഷമല്ലേ നമ്മുടെ ഈ PFI പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തഴച്ചു വളർന്നത്. അതിനു മുമ്പ് ഒളിച്ചും പാത്തും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങള് ഈ കൈവെട്ട് കേസ് നടന്നു, വലിയ വിവാദങ്ങൾ ഉണ്ടായി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പല പല കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പരസ്യമായിട്ട് മെമ്പർഷിപ്പ് വിതരണവും അതുപോലെ അവരുടെ പരിശീലനങ്ങളും അവരുടേതായ റാലികളും ഒക്കെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിന്റെ ഒരു തീവ്രതയിൽ അതിന്റെ ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മൾ കണ്ടു. ആലപ്പുഴയിലത്തെ കൊച്ചിന്റെ മുദ്രാവാക്യം അരിയും മലരും വേണ്ടി ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരെ എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക തരത്തിലേക്ക്, ഒരു പ്രത്യേകമായ ധൈര്യം, എന്തുവാകാം എന്നുള്ള ഒരു ധൈര്യം, നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യം, നിയമ സംവിധാനങ്ങളെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തി നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ധൈര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയല്ല സംഭവിച്ചാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 10 വർഷം അല്ലെ 12 വർഷം അകത്ത് കിടക്കേണ്ടി വരും, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ഒരു ധൈര്യം ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുകയും എതിർക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ടാവുകയും ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള തലങ്ങളിലേക്ക് വളരുകയും ചെയ്യാൻ തക്ക രീതിയിൽ ഈ അന്ധകാരത്തിന്റെ ശക്തികൾ വളർന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഈ ഇസ്ലാമിക ഭീകര സംഘടന കൊന്നു തള്ളാൻ സ്കെച്ചിട്ട് നിരത്തിയവരിൽ കേരളത്തിൽ ആലുവയിൽ നിന്നുള്ള ഒരു പ്രമുഖ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരടക്കം 977 പേരുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ അങ്ങേയറ്റം ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത NIA ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഈ ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ NIA ഫോക്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയായിരുന്നു. മലബാർ കലാപത്തിന്റെയും അതിന്റെ പിന്നാമ്പുറത്തെയും ഇസ്ലാമിക ഭീകരതയുടെ ചരിത്രം അറിയാവുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നത് ആദ്യത്തെ സംഭവമല്ലെന്ന് വ്യക്തമാണ്. പതിറ്റാണ്ടുകളായി ഈ ഭീകരവാദികൾ വെട്ടിയും കുത്തിയും തള്ളിയവരെല്ലാം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പട്ടികയിൽ പേരെഴുതപ്പെട്ട ദൗർഭാഗ്യവാന്മാർ തന്നെയാണ്. കൊന്നു തള്ളപ്പെടാൻ ലിസ്റ്റ് ഉണ്ടാക്കിയവർ എത്രയുണ്ട് എങ്കിലും അതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും വിപരീത ദിശയിൽ വെട്ടിപ്പൂളാൻ തക്ക പരിശീലനം സിദ്ധിച്ച് ഇവരുടെ മഴുമുനയേറ്റ് പിടഞ്ഞു വീണവരുടെ കണക്ക്. അങ്ങനെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷി തൊടുപുഴയിലെ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫ് തന്നെയാണ്. അജ്ഞാത വാഹനങ്ങൾ ഇടിപ്പിച്ചും ദുരൂഹ സാഹചര്യങ്ങളിലും കൊല്ലപ്പെട്ട യുവതീ യുവാക്കന്മാരുടെ എണ്ണം തന്നെ ഇപ്പോൾ ആർക്കും വ്യക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമിക ഭീകരതയുടെ നടുത്തുണ്ടം തന്നെ നിന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചവരുടെ കാപട്യങ്ങളെ പൊതുജനങ്ങളുടെ നടുവിൽ തുറന്നുകാട്ടി തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അടിക്കല്ല് ഇളക്കുമെന്ന് തോന്നിയവരെയെല്ലാം ഇവർ കൊന്നു തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റും അത്തരത്തിലുള്ളത് തന്നെയാണ്. സമൂഹത്തിന്റെ സ്വൈര്യ ജീവിതത്തിന് വിലങ്ങുതടിയായ ഈ പ്രസ്ഥാനത്തിന്റെ തലമൂത്ത നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ അകത്ത് കിടന്ന് അഴിയെണ്ണുന്നത്. ചോട്ടാ നേതാക്കന്മാരും അണികളുമെല്ലാം അതേ ആശയങ്ങൾ പേറി ചോരക്കൊതിയോടെ നമ്മുടെ സമൂഹത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്.
സാഹചര്യങ്ങളും പണവും ടൂളുകളും ഇപ്പോഴും അവർക്ക് ഉണ്ട്. മറ്റു ചിലരാകട്ടെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നിലയുറപ്പിച്ച് വെളുക്ക ചിരിക്കുന്ന രാഷ്ട്രീയക്കാരായി വിലസുകയാണ്. മറ്റു ചിലരാകട്ടെ പോലീസ്, ഫയർഫോഴ്സ് എന്നിങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥങ്ങളുടെ യൂണിഫോമുകളിൽ അടുത്ത മിഷനായി അവസരം കാത്തിരിക്കുകയുമാണ്. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഇവരുടെ വോട്ട് നേട്ടമായി കണ്ട് തീവ്രവാദികൾക്കെതിരെയുള്ള നടപടികൾ ഇസ്ലാമോഫോബിയ ആണെന്ന് തെറ്റിദ്ധരിച്ച് മിണ്ടാതെ ഇരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദം എന്നേക്കുമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും എന്നുള്ളത് വെറും സ്വപ്നമായി മാത്രം പര്യവശേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ പൊതുസമൂഹത്തിന്റെ അത്തരം ആശങ്കകൾക്കുള്ള മറുപടി എന്ന വണ്ണം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ടി ദേവപ്രസാദ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞത് കേൾക്കുക. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു, സിമി നിരോധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ജോജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരാരും പ്രവർത്തനം നിർത്തിയിട്ടില്ല. 2022 ശ്രീനിവാസന്റെ വധം നടക്കുന്നത്. ആ ഇടയ്ക്ക് തന്നെ ഈ പ്രവർത്തകരെ പിടിച്ച കാലത്ത് തന്നെ കോടതിയിൽ NIA ഇതിനുള്ള സൂചന കൊടുത്തിരുന്നു, ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്നലെ അവർ കൃത്യമായ ഒരു റിപ്പോർട്ടാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ഈ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരുടെ പ്രായം എന്താണ്, അവരുടെ വിലാസം എന്താണ്, അവരുടെ റൊട്ടീൻ, ദിവസവും അവരെങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ അവർക്കൊരു റിപ്പോർട്ടേഴ്സ് വിങ് ഉണ്ടെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചു മനസ്സിലാക്കി. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നവർക്ക് ആലുവായിലെ പെരിയാർ വാലി എന്ന അവിടെ കേന്ദ്രത്തിൽ പരിശീലനം കൊടുക്കുന്നു. ഈ ഇടതു വലതു മുന്നണികൾ ഒന്നുപോലെ നടത്തുന്ന മുസ്ലിം പ്രകടനമാണ്. ഇവരെ ബഹുസമൂഹത്തിന്റെ അല്ലെങ്കിലും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ 2001 അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ജിഹാദി സംബന്ധിച്ചുള്ള ഒരു പുസ്തകം നിരോധിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ തുടർന്ന് വന്ന അനിൽകാന്ത് എന്ന് പറയുന്ന DGP ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് പോലീസിനെ നയിച്ചിരുന്ന സെൻകുമാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. നിരോധനം വന്നതായി ആർക്കും അറിയത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ്. ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടല്ല, പലതും നടക്കുന്നുണ്ട്, നടന്നോട്ടെ, ഞങ്ങൾക്ക് അധികാരം പിടിക്കാൻ നല്ലത് ഇതിന്റെ കൂടെയൊക്കെ, അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് അടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവർക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്നുള്ള ഒരു ചിന്ത ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ പ്രബലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് വളരെ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഒരു ജില്ലാ ജഡ്ജിയുടെ പേരുണ്ട്. എന്തിനാണ്? ജുഡീഷ്യറിയെ സ്വാധീനിക്കാനാണ്. അദ്ദേഹത്തെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജഡ്ജിമാരെല്ലാം ഭയപ്പെടും. ജീവിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഇങ്ങനെ സമൂഹത്തെ ഭയം വിതച്ചാണ്. ഇങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇവരുടെ മുസ്ലിം തീവ്രവാദം ശക്തമാകുന്ന. ഭയപ്പെടുത്തി ആൾക്കാരെ അവരുടെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രവണത ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ അത് ശക്തമായിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അറിയത്തില്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ 2021 ഐക്യരാഷ്ട്രസഭ UN കൊടുത്ത ഒരു റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ IS പ്രവർത്തകർക്ക് ഇപ്പോഴും സംരക്ഷണം നൽകുന്നു. ഇതൊക്കെ ഗവൺമെന്റിന് അറിയത്തില്ലാത്തതുകൊണ്ടല്ലോ, ഗവൺമെന്റിന് അറിയാം. പക്ഷെ ഗവൺമെന്റ് എടുക്കാൻ തുനിയുന്നില്ല എന്നുള്ളതാണ്. അത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷത്തും കുറച്ചുകൂടെ ജാഗ്രത പുലർത്തുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്, അല്ലെങ്കിൽ ഞാൻ കരുതിയത്. പക്ഷെ അവരും ആ ജാഗ്രത പുലർത്തുന്നില്ല, അല്ലെങ്കിൽ അവരും അതിനൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീവ്രവാദത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യാൻ കഴിയാതെ ലോകരാഷ്ട്രങ്ങൾ പോലും അമ്പരന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ അതിവിടെ ഫലപ്രദമാകും എന്നത് അസംഭാവ്യമായ കാര്യം തന്നെയാണ്. അടുത്ത കാലത്തൊന്നും അത്തരം പ്രതീക്ഷകൾ ആർക്കും വേണ്ട. അത്രമേൽ വ്യാപിച്ചിരിക്കുകയാണ് ഈ ഭീകരതയുടെ മഹാവ്യാധി. എന്നാൽ അക്കാര്യത്തിൽ ശക്തമായ ജാഗ്രത പുലർത്താൻ ജനങ്ങൾക്ക് കഴിയും. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് ഇതേ പോപ്പുലർ ഫ്രണ്ടുകാർ ഒരിക്കൽ വിളിച്ചു കൂവിയത് ക്രൈസ്തവരുടെ വംശഹത്യ എന്നത് മാത്രം ഉദ്ദേശിച്ചാണ്. ആ ഒരു മനോഭാവം ഇപ്പോഴും തുടരുന്നതിനാൽ ക്രൈസ്തവ സമൂഹം കൈക്കൊള്ളേണ്ട ചില ജാഗ്രത മുന്നറിയിപ്പുകൾ കൂടി ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ റോബിൻ വടക്കേക്കുറ്റി പങ്കുവച്ചിരുന്നു. കേൾക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തോലിക്ക സമുദായത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ സംവിധാനങ്ങളെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ അവരവിടെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല. നമ്മളുടെ സംവിധാനങ്ങൾ ഉണരണം. നമ്മളുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള നമുക്ക് പൾസ് കിട്ടണം. ഇടവക തലത്തിൽ നിന്നുള്ള പൾസ് രൂപതയിലേക്കും, രൂപതാ തലത്തിൽ നിന്ന് അതിന്റെ മേൽത്തട്ടുകളിലേക്കും ഒക്കെ പോയി നമുക്ക് ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. നമുക്ക് 2047 ഇവിടെ ക്രൈസ്തവ രാജ്യവും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എഴുതപ്പെട്ട ഭരണഘടന അനുസരിച്ച്, നമ്മുടെ നാടിന്റെ മൂല്യം അനുസരിച്ച് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്
വളരെ കൃത്യമായിട്ട് തന്നെ അറിയുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരാളെയും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് തള്ളിവിടാനോ അല്ലെങ്കിൽ നീ പോയി ആക്രമിച്ചിട്ട് വരാനോ ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾക്ക് എതിരായി വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആളുകളെ ഉപദ്രവിക്കുന്ന സംവിധാനങ്ങളെ ശരിയായ പാതയിൽ, നേരിന്റെ പാതയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ഇടവകളിലും ഒരു ജാഗ്രതാ സമിതി ഉണ്ടാവണം. ഓരോ ഇടവകയിലും ജാഗ്രതാ സമിതി ഉണ്ടാവണം. അവിടെ നടക്കുന്ന, നാട്ടിൽ നടക്കുന്ന, നമുക്കറിയാം 2 or 3 വാർഡുകൾ ചേർന്നതാണ് നമ്മുടെ സാധാരണ ഒരു ഇടവകൾ വരുന്നത്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പകുതിയോളം വരും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി തന്നെ വിചാരിച്ചുകൊള്ളുക. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ആ ഇടവക വികാരിയും ഇടവക ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ കൃത്യമായിട്ട് അറിയണം. 2, നമ്മുടെയൊക്കെ പൊതുയോഗത്തിന് മുമ്പ് അല്പം കൂടിയൊക്കെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം. അതായത് സമുദായത്തോടുള്ള കാണിക്കുന്ന ഒരു വലിയ ആത്മാർത്ഥതയുള്ള ആളുകൾ മാത്രമേ വരാവുള്ളൂ. അത് വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? സംഭവിക്കാൻ പോകുന്നത് ജനം നമ്മുടെ അടുത്തുനിന്ന് പോകും. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലവ് ജിഹാദ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കുടുംബം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു കുടുംബത്തിന് ഒരു നിയമ കുടുക്കിലേക്ക് പോയി ചാടുന്നുണ്ടെങ്കിൽ, അവിടെ കയറി നിന്ന് പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് സ്റ്റേഷനിലും പോയി ഇത് വർത്താനം പറയാനായിട്ട് ചങ്കുറപ്പുള്ള, തന്റേടമുള്ള നല്ല ചേട്ടന്മാരും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരുമായിട്ട് വരണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വികാരീശ്വരനുമായിട്ട് ഒരുമിച്ചിരുന്ന് ആ ഇടവകയിൽ നടക്കുന്ന പൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടവകകളിൽ ചർച്ച ചെയ്യപ്പെടണം. ഇടവക സമൂഹത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലുമൊക്കെ തരത്തില് ഇത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് ശ്രമം നടത്തണം. ഇനി ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ തകർക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ ചേർന്ന് നിൽക്കാനായിട്ട് കഴിയണം. ഇനി അത് രൂപതാ തലത്തിലേക്ക് വരണം. രൂപതാ തലത്തിൽ നമ്മുടെ നിയമജരുടേതായ ഒരു സംവിധാനം, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. നമ്മുടെ പ്രൊഫഷണൽസിൻ്റെതായ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. നമ്മളുടെ സൈക്കോളജിസ്റ്റിന്റെ ആയ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതുപോലെ നമുക്ക് കഴിയുന്ന എല്ലാ ഇടങ്ങളിലും നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കണം. ആരെയും ഉപദ്രവിക്കാനല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ആലോചിക്കുക. ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടി ഇറങ്ങുന്നതിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇലക്ഷന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും താഴെത്തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വല്ലാതെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമക്കുടുക്കലിൽ പോയി ചാടുന്ന അവസ്ഥ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കെണികളിൽ പോയി ചാടുന്ന അവസ്ഥ, നമ്മുടെ പിള്ളേരെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒക്കെ. പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ട ഇസ്രായേൽ-ഇറാൻ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലോകത്തിലെ സമാധാനകാംക്ഷികൾ മുഴുവൻ നിശ്വാസം ഉതിർക്കുകയാണ്. എന്നാൽ യുദ്ധം അതിന്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ ഒരു ആകസ്മിക നിർദ്ദേശം കേട്ട് യുദ്ധം അവസാനിപ്പിച്ചതിനാൽ യുദ്ധത്തിൽ മേൽക്കൈ നേടിയത് ഇറാനാണെന്നും ഇസ്രായേൽ തോറ്റമ്പി എന്നുമൊക്കെയാണ് ചില ഇടത് ഇസ്ലാമിക മാധ്യമങ്ങൾ കുത്തിയിരുന്ന് വിളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും വ്യക്തികൾ തമ്മിലുള്ള സംഘടനമായാലും അത് തുടങ്ങി വെക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് അവസാനിപ്പിക്കാൻ ശക്തമായ ഒരു മധ്യവർത്തി ഇടപെടൽ തന്നെ ആവശ്യമാണ്. അല്ലെങ്കിൽ ബലഹീനമായ കക്ഷികളുടെ നാശം തന്നെയായിരിക്കും അടുത്തതായി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തലിലേക്ക് വരണമെന്നും ആധികാരികമായി കൽപ്പിക്കാനും അത്തരമൊരു കൽപ്പന കേട്ടാൽ ലോകരാഷ്ട്രങ്ങൾ അനുസരിക്കുമെന്നും ഉറപ്പുള്ള കാലിബറുള്ള ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. തങ്ങളെ ആരും സഹായിക്കില്ലെന്നും എണ്ണത്തിൽ ചുരുക്കമായ തങ്ങൾ പൊരുതിയില്ലെങ്കിൽ ഭൂപരപ്പിൽ നിന്ന് തന്നെ തങ്ങൾ തുടച്ചു മാറ്റപ്പെടുമെന്ന് ഉത്തമ ബോധ്യമുള്ളതിനാൽ ഇസ്രായേൽ ആരെയും കൂസാറില്ല എന്നതാണ് സത്യം. പക്ഷേ അമേരിക്കയുമായി അവർ തുടരുന്ന അതിശക്തമായ നയതന്ത്ര സമീപനങ്ങൾ നിമിത്തം ട്രംപിന്റെ വാക്കുകളെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് വെടിനിർത്തലിലേക്ക് എത്തി എന്നത് ഈ യുദ്ധത്തിലും നയതന്ത്രത്തിലും ഇസ്രായേൽ നേടിയ ആധികാരിക വിജയത്തിന് ദൃഷ്ടാന്തമാണ്. അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനം ഇറാനിലേക്ക് ചിറക് വീശി പറന്നെത്തി അതിൽ നിന്ന് വർഷിച്ച ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഇറാന്റെ എല്ലാ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. അതിനുള്ള പ്രത്യാക്രമണം എന്നവണ്ണം ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിലേക്ക് ആക്രമണം നടത്തിയിട്ടും തിരിച്ചടിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് കളത്തിൽ ഇറങ്ങിയതിനെ പരാജയമാണ് എന്നും ബലഹീനതയാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിക്കാൻ കുത്തിത്തിരിപ്പിലൂടെ അഹോവൃത്തിക്ക് വഴി കണ്ടെത്തുന്ന ചില വോക്കിസ്റ്റ് മാധ്യമങ്ങൾക്ക് മടിയുണ്ടാവില്ല. ഇറാന്റെയും ഇസ്രായേലിന്റെയും മിലിറ്ററി ഫെസിലിറ്റിയെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ആരെയൊക്കെ കൊന്നുതള്ളി എന്നതിനെ കുറിച്ചും നേരിയ അവബോധമെങ്കിലുമുള്ള ഒരു വ്യക്തിയും ഇസ്രായേൽ തോറ്റെന്നും ഇറാൻ ജയിച്ചെന്നും ഏതായാലും പറയത്തില്ല. ഈ സത്യം ഖമേനിക്കും നന്നായിട്ടറിയാം. പക്ഷേ അണികളെ പിടികേറ്റാൻ അത് മറച്ചു പിടിച്ച് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മാത്രമേ അയാൾക്കും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ഇറാനിൽ. ആ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഇറാന്റെ വിദേശകാര്യ വക്താവ്
ഇസ്മായിൽ ബഗായിയുടെ വാക്കുകൾ കേൾക്കണം. I think what matters here and should not be overshadowed by beautiful words and different position taken by the United States is the fact that we witnessed a detrimental blow to international law, to NPT regime, and to moral ethics of the international community. So what matters most here is for the international community to understand that the US military strikes was an act of aggression against Iran's territorial integrity and national sovereignty, and that matters most. എല്ലാം തകർന്ന് തരിപ്പണമായി എന്നും ഇറാന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായിരുന്ന നതാൻസും ഫോർദോയും ഇസ്ഫഹാനും എല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അടിച്ച് തകർത്ത് ധൂളിയാക്കി പറത്തി എന്നാണ് ബഗായിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കേടുപാടും ഉണ്ടായിട്ടില്ലെന്നുള്ള ആദ്യത്തെ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞ ഇറാൻ യാഥാർത്ഥ്യങ്ങൾ ബഗായിയുടെ വായിലൂടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്ന് ചുരുക്കം. ഓപ്പറേഷൻ ലയൺ റൈസിംഗും ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറും സമന്വയിച്ചതോടെ ഇനി ഒരു ആണവ നീക്കത്തിന് ത്രാണിയില്ലാത്ത വിധത്തിൽ ഇറാന്റെ എല്ലാത്തരം ആണവ പരിശ്രമങ്ങളും തകർന്നടിഞ്ഞു എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇറാന്റെ ആണവ സ്വപ്നങ്ങൾ ചുരുങ്ങിയത് 2 വർഷത്തേക്കെങ്കിലും പുറകോട്ട് പോയിരിക്കുന്നു എന്നതുള്ളതാണ് വാസ്തവം. മറുവശത്ത് യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം തുറന്നു കാട്ടിയ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഓപ്പറേഷൻ ലയൺ റൈസിംഗ് ചരിത്രപരമായ വിജയം തന്നെയായിരുന്നുവെന്നും അത് തലമുറകളോളം നിലനിൽക്കുമെന്നും പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ധീരവും തന്ത്രപരമായി സ്ഥിരതയുള്ളതുമായ സൈനിക നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ സൈനിക നടപടിയും യുഎസുമായി ചേർന്ന് ഏകോപനത്തോടെ നടത്തിയ കൃത്യമായ വ്യോമാക്രമണങ്ങളും. മൊസാദിന്റെ നേതൃത്വത്തിലുള്ള അട്ടിമറികളും കൃത്യമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ കൊലപാതകങ്ങളും കൊണ്ട് ഇസ്രായേൽ ടെഹ്റാനിലെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ ഏതാണ്ട് സമ്പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുള്ള 20,000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ഭീഷണികളായിരുന്നു തങ്ങൾ നേരിട്ടിരുന്നത്. അത് പൂർണ്ണമായി ഇല്ലാതാക്കി ഇറാന്റെ ആണവ പദ്ധതിയെ തങ്ങൾ അഴുക്കുചാലിലേക്ക് തള്ളിവിട്ടെന്നും നതാൻസ്, ഇസ്ഫഹാൻ, അറാക്ക് എന്നിവിടങ്ങളിലെ ഇറാന്റെ മുൻനിര ആണവ കേന്ദ്രങ്ങളും ഡസൻ കണക്കിന് സെൻട്രിഫ്യൂജ് ഫാക്ടറികളും ലാബുകളും തകർത്തെന്നും ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അടങ്ങിയ ഇറാന്റെ മുഴുവൻ ആണവ ശേഖരത്തെയും അതിന് നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞന്മാരെയും ഇറാനിയൻ സേനയിലെ 3 ഇറാനിയൻ ജനറൽമാരെയും നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയെന്നും ഫോർഡോയുടെ ഭൂഗർഭ സമ്പുഷ്ടീകരണ കേന്ദ്രം നശിപ്പിക്കാൻ അമേരിക്കയുടെ സഹായം ലഭിച്ചുവെന്നും ഇറാന്റെ മിസൈൽ പദ്ധതികളും ഡസൻ കണക്കിന് മിസൈൽ ഫാക്ടറികളും ലോഞ്ചറുകളും ആയിരക്കണക്കിന് ഇറാനിയൻ മിസൈലുകളും നിർവീര്യമാക്കിയെന്നും അവയിൽ പലതും വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ തകർത്തുവെന്നും ഇറാന്റെ സൈനിക നേതൃത്വം IRGC, ബാസിജ് താവളങ്ങൾ, ഭരണകൂട ചിഹ്നങ്ങൾ എന്നിവയും ടാർഗറ്റിൽ ഉണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ 50 വർഷത്തിനിടെ ടെഹ്റാൻ കണ്ട ഏറ്റവും വലിയ പ്രഹരമാണ് തങ്ങൾ ഏൽപ്പിച്ചത് എന്നും നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രായേൽ ഒരു സുപ്രധാന അധ്യായം അവസാനിപ്പിച്ചെന്നും അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധത്തിൽ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. ആണവക്കളികൾക്ക് ഇറാൻ ഇനി കൈകൾ ചലിപ്പിച്ചാൽ അന്ന് എല്ലാവിധ സന്നാഹങ്ങളോടും കൂടെ ഇസ്രായേൽ അവരെ കടന്നാക്രമിക്കുമെന്ന് വ്യക്തമാക്കിയ നെതന്യാഹു ഒരു സിംഹത്തെ പോലെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അതിശക്തമായി ഒന്നിച്ചു നിന്ന് സങ്കല്പിക്കാനാകാത്തത് തന്നെ നേടിയെന്നും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ നിത്യരാഷ്ട്രമായ ഇസ്രായേൽ തങ്ങളുടെ നിത്യത സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കിയാണ് പത്രക്കുറിപ്പ് ഉപസംഹരിച്ചത്. ഇറാനുമായുള്ള സംഘർഷങ്ങൾ 13 ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയതുമല്ല, ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തീരുകയുമില്ല. കാരണം മൂത്ത ഖമേനി ഒരിക്കൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് ഇസ്രായേൽ ഇസ്ലാമിന്റെ ശത്രു എന്നാണ്. ഇസ്രായേലിനെ ഭൂപടത്തിലെ ട്യൂമറായി കരുതുകയും അത് പൂർണ്ണമായി മുറിച്ചു മാറ്റണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇറാൻ ഈ താൽക്കാലിക സന്ധിയിൽ സമാശ്വാസത്തിലേക്ക് എത്തിയാലും ഇപ്പോൾ ഏറ്റ മുറിവിന്റെ പക ഉള്ളിലൊതുക്കി പകരം വീട്ടാൻ കാത്തു നിൽക്കുകയാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇസ്രായേലിനെ ലിറ്റിൽ സാത്താനെന്നും അമേരിക്കയെ ഗ്രേറ്റർ സാത്താനെന്നും അഭിസംബോധന ചെയ്തിട്ടുള്ള ഖൊമേനി ഭരണകൂടങ്ങളുടെ നിലപാടുകൾ മാറ്റാത്തിടത്തോളം സംഘർഷം തുടരുക തന്നെ ചെയ്യും. അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തിയേ തീരൂ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത് യഹൂദ ജനതയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പരിശുദ്ധ ബൈബിളിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായി എന്ന യഹൂദനെ തൂക്കിക്കൊല്ലാൻ കഴുകുമരം ഉണ്ടാക്കി കാത്തിരുന്ന ഹാമാനോട് അവന്റെ ഭാര്യ സെരേർ പറഞ്ഞത്, അയാൾ ഒരു യഹൂദ വംശക്കാരനാണ് എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, തോറ്റുപോവുകയേ ഉള്ളൂ എന്നായിരുന്നു. അതുതന്നെയാണ് കാലഘട്ടത്തിലെ യാഥാർത്ഥ്യവും. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.